ഷാജി കൈലാസിന്റെ ഏറ്റവും പുതിയ സംവിധാനത്തിൽ വന്ന സിനിമയാണ് നമ്മുടെ ജോർജ് ജോർജ് അഭിനയിച്ച വരവ് എന്ന സിനിമ. അർജുൻ അശോകനും സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നുണ്ട്. എന്നാലും സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കും നമുക്ക്. സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നിലവിൽ 4,18,00,000 സിനിമയുടെ കേരള ഗ്രോസ്. കർണാടക ഗ്രോസ് 14,00,000 കാണാൻ സാധിക്കും. തമിഴ്നാട് 6,00,000. പിന്നെ ഇന്ത്യന്റെ മറ്റു ഭാഗത്തേക്ക് 2,50,00,000. ടോട്ടൽ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം ഡൊമസ്റ്റിക് ആയിട്ട് 4,41,00,000 ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ഇനി വിദേശം തന്നെയാണ് ഓവർസീസ്. ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 1,35,00,000 ഓവർസീസ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നമ്പേഴ്സ് തന്നെയാണ് 5,75,00,000 ലോകം മൊത്തം സിനിമ നേടിയെടുത്ത 4 ദിവസം കൊണ്ട്. എന്തായാലും പടം നിലവിൽ ഇന്നത്തോടെ ഓൾമോസ്റ്റ് 6 കോടിയിലോട്ട് പോവുകയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ്. പടത്തിന്റെ വേൾഡ് വൈഡും കേരള ഷെയറും പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 1,97,00,000 ഷെയർ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ അത് 2 കോടിയിലോട്ട് പോകാൻ ചാൻസ് കാണുന്നുണ്ട്. പിന്നെ വേൾഡ് വൈഡ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 2,72,00,000 നിലവിൽ ഇതുവരെയായിട്ട് അപ്രോക്സ്. ഓരോ ദിവസം സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ആദ്യ ദിവസം 2 കോടി, രണ്ടാം ദിവസം 86,00,000, മൂന്നാം ദിവസം 95,00,000, നാലാം ദിവസം 1 കോടിയുടെ മുകളിൽ. സിനിമയ്ക്ക് രണ്ടാം ദിവസം ഡ്രോപ്പ് ആണെങ്കിൽ പിന്നെ 3ഉം 4ഉം ഒക്കെ സിനിമയ്ക്ക് ഗ്രോത്ത് തന്നെയാണ്. മൂന്നാം ദിവസം 10% ഗ്രോത്ത് ആണെങ്കിൽ നാലാം ദിവസം 6% ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സിനിമ നമ്മുടെ ഐനോബഡി സിനിമ പോലെയല്ല, നല്ലൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഐനോബഡി വാഷ് ഔട്ട് ആയ സ്ക്രീനിലൊക്കെ നമ്മുടെ വരവെന്ന സിനിമയാണ് നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ റണ്ണിങ് ചെയ്യുന്നത്. എന്തായാലും ഓഗസ്റ്റ് വരാനായിട്ടുണ്ട്. എന്തായാലും ഓഗസ്റ്റ് നല്ല കിടു സിനിമകൾ തന്നെയാണ് ഓണം പ്രമാണിച്ച് തിയേറ്റർ റിലീസ് ക്ലാഷ്. എന്തായാലും കാത്തിരിനെ ചെയ്യാം നമുക്ക് ഓഗസ്റ്റിനായിട്ട്. എന്തായാലും എത്ര പേരാണ് വരവെന്ന സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ വരവെന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും കളക്ഷൻ അപ്ഡേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.